ഹലോ, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കീ ചെയിനാണ്. ഞാനിവിടെ കാണിച്ചിട്ടുണ്ട് ഒരു കീ ചെയിന്. അതേപോലെ തന്നെ ഒരു കീ ചെയിൻ നമ്മൾ ചെയ്യാൻ പോകുന്നതും പൈപ്പ് ക്ലീനേഴ്സാണ് യൂസ് ചെയ്തത്. പൈപ്പ് ക്ലീനേഴ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഞാനിതാ ഒരു എന്തിലേലും ചുറ്റിച്ചെടുക്കുക. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു ഹെയർ ബാൻഡിനാണ്. ഹെയർ ബാൻഡിൻ്റെ ഒരു സൈഡിൽ കോർണറിലായിട്ട് ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കുക. ജസ്റ്റ് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കിട്ടണമെന്നേ ഉള്ളൂ. അത് ഞാൻ പർപ്പിൾ കളർ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഭയങ്കര രസമാണ് ഇതുമായിട്ട് വർക്ക് ചെയ്യാൻ. പൈപ്പ് ക്ലീനേഴ്സ് പറഞ്ഞാൽ നല്ല രസമാണ് വർക്ക് ചെയ്യാൻ. കാരണം അത് എത്രയും ഫ്ലെക്സിബിളാണ്. അതുമാത്രമല്ല നമുക്കിങ്ങനെ ചെയ്യാനും ഒരു ഔട്ട്പുട്ടൊക്കെ ഭയങ്കര രസമാണ് ഇതിന് കാണാനായിട്ട് കേട്ടോ. അപ്പോൾ നമുക്കത് ചുറ്റിച്ചെടുത്ത് ഒരെണ്ണം ചുറ്റിച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ദെൻ അടുത്തത് എടുത്തിട്ടുണ്ട്. അടുത്തത് ഇതുപോലെ തന്നെ ചുറ്റിച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു പേപ്പറെല്ലാം വിരിച്ചിട്ട് ചെയ്യണം കേട്ടോ. കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ ഗ്ലൂ എല്ലാം യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഷീറ്റെല്ലാം കേടാവാതിരിക്കാനാണ് ഗ്ലൂ ഭയങ്കര ഒരു ഇതാണ്. അപ്പോൾ അതുപോലെ പെയിൻറ്റിങ് ഒക്കെ ചെയ്യുന്ന സമയത്തൊക്കെ നമുക്കിതുപോലെ പേപ്പറെല്ലാം വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി നീറ്റായിട്ട് വർക്ക് ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ രണ്ടെണ്ണം ചുറ്റിച്ച് മാറ്റിയിട്ടുണ്ട്. ദെൻ അടുത്ത ഒരു പേർപ്പിൾ കളർ എടുത്തിട്ടുണ്ട്. അതിനുള്ളിൽ കൂടെ നമ്മൾ ഈ ചുറ്റിച്ച് വെച്ചെല്ലാം രണ്ടെണ്ണവും നമ്മൾ കയറ്റി കൊടുത്തിട്ടുണ്ട്. എന്തിനാന്ന് പറഞ്ഞാൽ നമുക്ക് റൗണ്ട് ആയിട്ടുള്ള ഒരു ഷേപ്പ് വരാനാണ്. ഇപ്പോൾ കാണാൻ പറ്റില്ലേ, നമുക്ക് അവർ നോക്കിക്കോളൂ, അതിലൊരു റൗണ്ട് ആയിട്ടുള്ളൊരു ഷേപ്പിലേക്ക് നമ്മൾ വരും. വന്നതിന് ശേഷം പിന്നെയാണ് നമ്മൾ അടുത്ത കളറുകളെല്ലാം എടുക്കാൻ പോകുന്നതും അടുത്തിട്ടെല്ലാം ചുറ്റിച്ച് മാറ്റി ഇതിനകത്ത് അറ്റാച്ച് ചെയ്യുന്നതും എല്ലാം അതിന് ശേഷമാണ്. അപ്പോൾ നമ്മളത് ചുറ്റിച്ചിട്ടുണ്ട്. ചുറ്റിച്ചതിന് ശേഷം ഇത് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്ത് തന്നെ ലോക്ക് ചെയ്യുകയാണ്. ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞു. അത് എക്സസ് ഇത്രയും ഭാഗം വരും. ആ എക്സസ് വരുന്ന ഭാഗം നമ്മളിപ്പോൾ കത്രിക വെച്ചിട്ട് കട്ട് ചെയ്തങ്ങ് മാറ്റും. ഇത്രയാണ് നമുക്ക് ആവശ്യം. ഈ ഒരു റൗണ്ട് ആയിട്ടുള്ള ഒരു ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ചെയ്തത്. അതായത് നമ്മൾ കത്രിക എടുത്തിട്ട് എക്സസ് വന്നിട്ടുള്ള ഭാഗം കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ആ ഒരു ഭാഗം നമുക്കൊന്ന് പുറകിലോട്ട് ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്തപ്പോൾ അപ്പുറത്തോട്ട് വെച്ചാൽ മതിയാവും. അത് കറക്റ്റ് ജോയിനായി കിടക്കും. കാരണം അത്രയും നല്ല മെറ്റീരിയലാണിത്. ഇതാണ് ഞാനിനി അടുത്ത് എടുക്കാൻ പോകുന്നത് ഒരു ഓറഞ്ച് കളറാണ്. ഓറഞ്ച് കളറിലുള്ളൊരു പൈപ്പ് ക്ലീനർ എടുത്തു. പൈപ്പ് ക്ലീനർ എടുത്തിട്ട് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഒരു മിക്കീൻ്റെ ഹെഡ് പോലെയാണ്. അതാണ് ഒരു ഉദ്ദേശം. അപ്പോൾ രണ്ട് ചെവി പോലെ ആയിട്ട് കാണിക്കാനായിട്ടാണ്. അതിപ്പോൾ ഓറഞ്ച് കളറുള്ള പൈപ്പ് ക്ലീനർ എടുത്ത് അത് ചുറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. നോർമലായിട്ട് കൈ കൊണ്ട് തന്നെ ചുറ്റിക്കുകയാണ്. അത് ജസ്റ്റ് അങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ചുറ്റിച്ചെടുത്താൽ മതിയാവും. അങ്ങനെ ചുറ്റിച്ചെടുത്ത് ഒരു സൈഡിൽ നമ്മൾ അറ്റാച്ച് ചെയ്യും. അടുത്ത സൈഡിലും സെയിം പ്രൊസീജിയർ ഇത് തന്നെ ചെയ്യും. ഓക്കെ, അങ്ങനെയാണ്. ദെൻ എക്സസ് വന്ന ഭാഗം ഞാൻ അതിന് അകത്തു കൂടെ വെച്ച് അത് ജസ്റ്റ് ലോക്ക് ചെയ്തെടുക്കുക. അത്രയേ ഉള്ളൂ. കാരണം അത് പുറത്തോട്ട് കയറി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒന്ന് ലോക്ക് ചെയ്ത് വെക്കുക എന്ന് മാത്രം. പിന്നീട് നമ്മൾ അടുത്തത് ഇതേപോലെ തന്നെ അടുത്തതും ചെയ്യണം. കാരണം ഇത് ചെവി പോലെ രണ്ട് സൈഡിൽ വെക്കാനായിട്ടാണ്. പിന്നെ ഒരെണ്ണം കൂടെ നമ്മൾ ചെയ്ത് മാറ്റേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇത് ഓൾമോസ്റ്റ് റെഡിയാണ്. നമ്മളത് ജസ്റ്റ് ഞാൻ വെച്ച് ഒന്ന് കാണിക്കുക നിങ്ങളെ. ദെൻ അടുത്തത് വന്നിട്ട് നമ്മൾക്ക് അതേപോലെ തന്നെ ഓറഞ്ച് കളർ എടുത്തിട്ട് ചുറ്റിക്കുകയാണ്. ചുറ്റിച്ചിട്ട് ഇതേപോലെ നമ്മൾ ചുറ്റിച്ച് മാറ്റണം. വേറെ ഞാൻ ഗ്ലൂ ഒന്നും യൂസ് ചെയ്തില്ല. ഇങ്ങനെ ചുറ്റിക്കുന്നതിൻ്റെ ഇടയിൽ നമുക്ക് തന്നെ ആവശ്യമില്ല. കാരണം ഇതൊരു നല്ല, ഞാൻ പറഞ്ഞില്ലേ നമ്മൾ എങ്ങനെ അറ്റാച്ച് ചെയ്യണോ അങ്ങനെ നിൽക്കുന്ന ഒരു മെറ്റീരിയലാണ്. എങ്ങനെ വേണമെങ്കിലും ഫ്ലെക്സിബിൾ ആവും, എങ്ങനെ വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം. അതാണ് ഈ മെറ്റീരിയലിൻ്റെ ഒരു ഗുണം. അതുപോലെ തന്നെ ഒരു പഫി ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആയതുകൊണ്ട് കാണാനും ഭംഗിയാണ്. അതുപോലെ തന്നെ നമുക്ക് അത് യൂസ് ചെയ്യാനും ഭയങ്കര അടിപൊളി തന്നെയാണ്. ഈവൻ കിഡ്സിനാണെങ്കിലും മുതിർന്ന ആൾക്കാർക്കാണെങ്കിലും ഇപ്പോൾ പേഴ്സ് അതുപോലെ തന്നെ നമ്മൾ ബാഗിലെല്ലാം കീ ചെയിനായിട്ട് അറ്റാച്ച് ചെയ്യില്ലേ, അതിനൊക്കെ ഏറ്റവും ബെസ്റ്റാണ്. കുറച്ച് നമ്മൾക്ക് എന്താ പറയുക, ട്രെൻഡി ആയിട്ട് ഇങ്ങനെ പോകാം. എപ്പോഴും ഒരേപോലെ ഒരു പാറ്റേൺ പിടിക്കാതെ ഒരു ട്രെൻഡി ലുക്ക് കൊണ്ടുവരണമെങ്കിൽ ഇതുപോലെല്ലാം ചെയ്യാം. ഇപ്പോൾ കുറച്ച് പേര് വിചാരിക്കും ഇത്രയും വലിയ കീ ചെയിനൊക്കെ ആണോ ബാഗിൽ അറ്റാച്ച് ചെയ്യുന്നത്. പക്ഷേ അങ്ങനെയല്ല. ഇതിന് ഒരു എന്താ പറയുക, ഒരു ഭയങ്കര ഒരു നല്ല ലുക്കാണ്. അത് അറ്റാച്ച് ചെയ്ത് വരുമ്പോഴേ നമുക്കത് മനസ്സിലാവുള്ളൂ. ഏത് രീതിയിൽ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇത് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. അത് നേരത്തെ ഞാനൊരു ബോ വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, ഹെയർ ബാൻഡ് വിത്ത് ബോ. അതുപോലെ ഇതിപ്പോൾ കീ ചെയിനായി. ഇത് വെച്ച് നമുക്ക് എങ്ങനെയും, അതായത് ഇപ്പോൾ ബട്ടർഫ്ലൈ ഉണ്ടാക്കാം. അതുപോലെ പൈപ്പ് ക്ലീനേഴ്സ് വെച്ചിട്ട് ഒരുപാട് വൈഡ് വെറൈറ്റീസ് ഓഫ് പ്രൊഡക്ട്സ് നമ്മുടെ യൂട്യൂബിൽ തന്നെ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടാൻ പറ്റും. പിന്നെ നമ്മളുടെ ഒരു ലോജിക്ക് വെച്ചിട്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു മെറ്റീരിയലിൻ്റെ പ്രത്യേകതയാണ്. നമുക്കൊരു നമ്മളുടെ ഒരു ക്രിയേറ്റീവായിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ഓൾട്ടർ ചെയ്യാം. അതിനുള്ളൊരു ഓപ്ഷൻ ഇവിടെ വരുന്നുണ്ട്. ഇതെന്താ സെക്കൻഡ് വൺ നമ്മളുടെ ചെയ്ത് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഇവിടെ പശ ഉപയോഗിക്കുന്നത് ഫെവി ബോണ്ടാണ്. ഏത് പശ വേണമെങ്കിലും ഗ്ലൂ ഗൺ യൂസ് ചെയ്ത് ചെയ്യാം, ഏത് പശ വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ സ്റ്റിക്കായി നിൽക്കണം.
അത്ര മാത്രമേ ഉള്ളൂ. അത് ആ മെറ്റീരിയൽ അവിടെ ഒന്ന് സ്റ്റിക്കായി നിൽക്കണം, അതാണ് അതിൻ്റെ ഒരു കാര്യം. ഇതെന്താ ഞാൻ വന്നിട്ട് ബോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ബ്ലൂ കളർ എടുത്തിട്ടുണ്ട്. ഇത് മൊത്തം ഡിഫറെൻറ്റ് കളറാണ്. കാരണം ആ കളർ കോംബോ വന്നിട്ട് ആക്ച്വലി അട്രാക്റ്റീവായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഒരു ഡിഫറെൻറ്റ് കോംബോ പിടിച്ചിരിക്കുന്നത്. ഫസ്റ്റ് പർപ്പിൾ എടുത്തു, ദെൻ ഓറഞ്ച് എടുത്തു, ദെൻ ബ്ലൂ എടുക്കാൻ പോകുന്നു. അപ്പോൾ അതൊക്കെ ഒരു എന്താ പറയുക, അങ്ങനെ ഇത് കോൺസെപ്റ്റിലാണ്. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കിഡ്സിനൊക്കെ ഏറ്റവും കൂടുതൽ ഫേവറേറ്റ് ആവാൻ പോകുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയാണ് ഞാനിത് ഉദ്ദേശിച്ച് ചെയ്തതാണ്. അപ്പോൾ ഓക്കെ, അതിനിടയിൽ വേറൊരു കാര്യം കൂടെ ഉണ്ട്. നമുക്ക് ആ ഇയർ പോലെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതിലേക്ക് നമുക്ക് വൈറ്റ് കളർ പൈപ്പ് ക്ലീനർ വെച്ചിട്ട് നടുവിൽ കുറച്ച് അത് സെയിം അതേപോലെ തന്നെ റൗണ്ട് ചെയ്തിട്ട് വെക്കണം. അതാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പൈപ്പ് ക്ലീനർ വൈറ്റ് എടുത്തു, അതിനെ കട്ട് ചെയ്തു, ഹാഫ് എടുത്തായിട്ട് അതിനെ ചുറ്റിച്ചിട്ട് ആ ഓറഞ്ച് കളറിൻ്റെ നടുവിലായിട്ട് നമ്മൾ വെക്കാൻ പോവാണ്. ഞാനത് ഫെവി ബോണ്ട് യൂസ് ചെയ്തിട്ട് എല്ലാം ഒട്ടിച്ചു കൊടുക്കുക. എല്ലാം ആയിട്ടുണ്ട്, മെറ്റീരിയൽസ് എല്ലാം ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ആയിട്ടുണ്ട്. ഇനി അതെല്ലാം അറ്റാച്ച് ചെയ്യുക എന്നുള്ളതാണ് കാര്യം. അറ്റാച്ച് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് അറ്റാച്ച് ചെയ്യുക. ഗം എല്ലാം ഓവറായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോവാതിരിക്കുക. കറക്റ്റായിട്ട് ആവശ്യത്തിന് മാത്രം ഗമ്മ് യൂസ് ചെയ്ത് കറക്റ്റായി സ്റ്റിക്ക് ചെയ്യാൻ നോക്കുക. പിന്നെ നടുവിൽ ആ ബീഡ് കണ്ടില്ലേ, ആ ബീഡ് വന്നിട്ട് ഞാൻ ആക്ച്വലി നെറ്റിപ്പട്ടത്തിൻ്റെയാണ് കേട്ടോ. മിക്കവാറും ഞാൻ എൻ്റെ എല്ലാ പ്രൊഡക്ട്സിലും നെറ്റിപ്പട്ടത്തിൻ്റെ എന്തെങ്കിലും ഒരു മെറ്റീരിയൽ കൊണ്ടുവരാറുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. കാരണം നെറ്റിപ്പട്ടത്തിൻ്റെ മെറ്റീരിയൽസ് എൻ്റെ അടുത്തുണ്ട്. അതുപോലെ തന്നെ ഞാനത് ഉണ്ടാക്കുന്നത് കൊണ്ടും എനിക്ക് ഈ ബീഡ്സ് എനിക്ക് കുറച്ച് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഞാൻ ഉണ്ടാക്കുന്ന ഓരോ കാര്യത്തിലും ഇത് വരാറുണ്ട്. അങ്ങനെ ഞാൻ പിന്നെയും നെറ്റിപ്പട്ടത്തിൻ്റെ ആ ഒരു ബീഡ് എടുത്ത് നടുവിൽ വെച്ചിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഇതിടാം, വൈറ്റ് കളർ ബീഡ്സ് കൊണ്ടുവരാം, അല്ലെങ്കിൽ പേൾ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരാം. നമ്മുടെ ഐഡിയ പോലെ എല്ലാം ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ ഞാനിവിടെ ഗോൾഡൻ കളർ ലുക്ക് എല്ലാം വന്നല്ലോ. വൈറ്റ് വന്നിട്ടുണ്ട്, ഓറഞ്ച് വന്നിട്ടുണ്ട്, ബ്ലൂ വന്നിട്ടുണ്ട്, തന്നെ ഒരു ഗോൾഡൻ കളർ അത്രയാണ്. എല്ലാം കൂടെ അറ്റാച്ച് ചെയ്യുക, നന്നായിട്ട് സ്റ്റിക്ക് ചെയ്യുക. ഫസ്റ്റ് കുറച്ച് അത് സ്റ്റിക്കായി കിട്ടാൻ കുറച്ച് ടൈം എടുക്കും. ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. അതിന് താഴെ കറക്റ്റായിട്ട് വെച്ചു. അത് കുറച്ചൊന്ന് സ്റ്റിക്കായിട്ട് മാത്രം എടുക്കാൻ നോക്കുക. ദെൻ ഇതിലൊരു ചെയിൻ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ കീ ചെയിൻ റെഡി ആയിട്ടുണ്ട്. ഞാൻ എന്തായാലും മുന്നേ ഉണ്ടാക്കിയത് രണ്ടെണ്ണം കൂടെ കാണിക്കുന്നുണ്ട്. ഇതിൽ മുന്നേ ഉണ്ടാക്കി വെച്ചതാണ്. അങ്ങനെ അതിലൊരു കീ ചെയിൻ കൂടെ അറ്റാച്ച് ചെയ്താൽ ഈ ഒരു ലുക്കിലേക്ക് വരും. നല്ല എലഗൻ്റ് അല്ലേ, എത്ര കളറുകൾ വന്നു ഇവിടെ. അപ്പോൾ കിഡ്സിന് ഫേവറേറ്റ് ആയിരിക്കും. കിഡ്സിന് മാത്രമല്ല വലിയവർക്കാണെങ്കിലും ബാഗിലൊക്കെ ഹാങ് ചെയ്യാം, പേഴ്സിൽ ഹാങ് ചെയ്യാം. ഒരു എന്താ പറയുക, ഒരു നല്ലൊരു വെറൈറ്റി പ്രൊഡക്റ്റാണ്. നമുക്ക് എപ്പോഴും ഒരേ ഒരേ സാധനം തന്നെ തുടരാതെ ഇതുപോലെ എന്തെങ്കിലും ട്രെൻഡി ആയിട്ടുള്ള ഐഡിയാസ് എല്ലാം ചെയ്യാം. ഇനി തുടർന്നും ഈ ചാനലിൽ അതുപോലെ തന്നെ വരും, കൂടുതൽ കണ്ടൻറ്റ്സ് വരും. ഓക്കെ.